എന്താ പേരെന്താ? ജോമോൻ. ജോമോൻ്റെ ഏത് കാൽമുട്ട ഊരിപ്പോന്നേ? രണ്ട് മുട്ടും തെന്നിപ്പോന്ന വീഴും. സത്യമാണോ പറഞ്ഞത്? ഈ ചേട്ടനെ അറിയാവുന്നവരുടെ ഉണ്ടോ എന്ന് കരം പിടിച്ചേ. ഈ ഇടവകയാണോ? അല്ല, നെടിയശാലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രണ്ട് കാൽമുട്ടും തെന്നിപ്പോവും. എത്ര വർഷമായി? ഒരു 10 വർഷം മുമ്പ്. 10 വർഷമായി. തെന്നി വീഴുവോ? വീണിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷവും ഉണ്ടായിട്ടുണ്ട്. സാധാരണ എങ്ങനെ ഏത് സൈഡിലൂടെ തിന്നുന്ന കാൽമുട്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫ്ലോറിൽ റൂമിനകത്ത് വെച്ച് തെന്നി വീഴും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുട്ട് തെന്നി ഉണ്ട്. ഇതാണ് ഈ ചേട്ടൻ്റെ പ്രശ്നം. വിശ്വാസമുണ്ടോ? ഉണ്ട്. കൈ കാണിച്ച് ഞാൻ ഈ കാലിൽ ചവിട്ടുക. എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. യേശുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ടിനെ തന്നത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ കാലും തന്നത്തില്ല. വലിച്ചു കൊടുന്നു. അഞ്ഞു തൊഴിക്കേ. മുട്ട ഇളകട്ടെ. അഞ്ഞു തൊഴിച്ചേ. ഇനി മുട്ടിങ്ങനെ വട്ടം കറക്കിക്കേ. അപ്പുറത്തോട്ട് കറക്കിക്കേ. ഇനി ഞാൻ പറയുന്ന പോലെ കാണിക്കണം. മുട്ട് തെന്നിക്കാൻ വേണ്ടി ഒരു ശ്രമം നോക്കുകയാണ്. കാലും കൊണ്ടിട്ട് മുട്ടിങ്ങനെ തെന്നിച്ചേ. നിൽക്കുക. ആ കാലം നേരെ നിർത്തുക. ഈ വലത്തെ മുട്ട് തെന്നിച്ചേ. ഇങ്ങോട്ട് തെന്നിച്ചേ. തെന്നത്തില്ല. അങ്ങോട്ട് തെന്നിച്ചേ. ഇടത്തെ കാൽ മുട്ടോ വലത്തെ കാൽ തെന്നിച്ചോ? തെന്നത്തില്ലെന്നേ. ഗ്യാരണ്ടിയാ. യേശുവിൻ്റെ നാമത്തിൽ തെന്നിച്ചോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇനി മരിക്കുന്നത് വരെ ഈ കാൽമുട്ട് ഊരത്തില്ല. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഫ്ലോറിലൂടെ നടന്നാൽ മുട്ട് തന്നെ വീഴുന്ന ആളാ. ഇനി മുട്ട് തന്നത്തില്ല. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായി.